പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. അമ്മേ മാതാവേ, ഈ ശുശ്രൂഷ സമയത്ത് ദൈവീകമായ ഇടപെടലുകൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ്, ഈ വചനം എവിടെയെല്ലാം ആരെല്ലാം കേൾക്കുന്നുണ്ടോ, ഏത് മതവിശ്വാസിയാണെങ്കിലും, ഏത് ജാതിയിലും വർഗത്തിലും, ഏത് ജീവിത അവസ്ഥയിലുള്ള വ്യക്തിയിലാണെങ്കിലും കർത്താവെ, ആ വ്യക്തിയുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും ചൊരിയണമെന്ന് പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കരങ്ങൾ കൂപ്പി ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കണ്ണു തുറന്ന് കരങ്ങൾ കൂപ്പി ഉച്ചത്തിൽ പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജപമാല കൈകളിൽ എടുക്കുക, കഴുത്തിൽ ധരിച്ചിരിക്കുന്നതാവും കരങ്ങളിൽ എടുക്കുക. എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. വചനം പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പരിശുദ്ധ അമ്മേനെ കൂട്ടിന് പിടിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു പ്രത്യേകത, ഈ ജീവിതത്തിൽ ഈ വചനം പഠിച്ച ഒരാളാണ്, ഈ വചനം ജീവിച്ച ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഈ വചനം നമ്മൾ പറയുമ്പോൾ വിശ്വസിച്ചോണം, അത് നമ്മിൽ സംഭവിക്കണം. അതുകൊണ്ട് എല്ലാവരും വാ തുറന്ന് ഒച്ചത്തിൽ പറയണം. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴാണോ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നത്, അപ്പോൾ പലതരം ഉയർത്തിപ്പിടിക്കുന്നു. ഒരിക്കൽ കൂടെ ഏറ്റു പറയുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞേ, അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മ വഴി സമ്മാനിക്കുന്ന അത്ഭുതകരമായൊരു വചനമാണ്. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ പലവിധ വിഷയങ്ങളിൽ വല്ലാണ്ടാകുലപ്പെട്ടിട്ടുള്ളവരാണ്. യെസ് ഓർ നോ? യെസ്, ഒരു സംശയവും വേണ്ട. പലവിധ വിഷയങ്ങളിൽ വല്ലാണ്ട് ഭാരപ്പെട്ടിരിക്കുന്നവരോട് പരിശുദ്ധ അമ്മ ഇതാ നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. എൻ്റെ മകനെ, മകളെ, നീ വിഷമിക്കേണ്ട. നിന്റെ അവസ്ഥ നന്നായിട്ട് ഈ അമ്മയ്ക്ക് മനസ്സിലാകും. അതുകൊണ്ടൊരു കാര്യം പറയാം. എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ പഠിപ്പിച്ചൊരു കാര്യം, അത് പൗലോസ്ലീഹ പഠിപ്പിച്ച കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളോടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടുകൂടെ നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ദൈവസന്നിധിയിൽ അർപ്പിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന, നമുക്ക് കുറെ ധാരണകളുണ്ട്, നമ്മുടെ തലയ്ക്കകത്ത് കുറെ ചിന്തകളുണ്ട്, ഇങ്ങനെ പോകുമെന്ന് ചിന്തിക്കുന്ന ഒരു ധാരണയുണ്ട്. എന്നാൽ വചനം പഠിപ്പിക്കുന്നു, നിന്റെ ധാരണയെ അതിലംഘിക്കുന്ന, നിന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം, നിന്റെ ധാരണയെ അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം. ആരുടെ സമാധാനം? ദൈവത്തിന്റെ സമാധാനം. നാട്ടുകാർ നൽകുന്നതല്ല, വീട്ടിൽ നിന്ന് കിട്ടുന്നതല്ല. ആര് നൽകുന്നത്? ദൈവം നൽകുന്ന സമാധാനം നിന്റെ ഹൃദയത്തെയും നിന്റെ ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. വിശ്വസിക്കുന്നവർ ഒച്ചത്തിൽ ഒരു ആമേൻ എന്ന് പറഞ്ഞേ.
ആമേൻ, 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 ആമേൻ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ പറഞ്ഞ വചനം അനുഭവിക്കാൻ പറ്റിയ, അനുഭവിക്കാൻ ശ്രദ്ധിക്കേണ്ട ശുശ്രൂഷ രീതിയാണ് ജപമാല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യം ഇതാണ്. എത്ര വലിയ ആകുലപ്പെട്ട കാര്യമാണെങ്കിലും ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടുകൂടെ ജപമാല ചൊല്ലുമ്പോൾ നമ്മുടെ മുമ്പിൽ ചില വഴികൾ ഇങ്ങനെ തുറന്നു വരും. നമ്മുടെ ബുദ്ധിയിൽ കാണാത്ത, ചിന്തകളിൽ ഇന്നോളം ആലോചിച്ചിട്ടില്ലാത്ത എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ചില വഴികൾ തെളിഞ്ഞു വരും. അതിന്റെ കാരണം എന്താണെന്നറിയാവോ? അങ്ങനെ ജീവിതത്തിൽ പരിശീലിച്ച ഒരാളെയാണ് നമ്മൾ ജപമാലയിൽ കൂട്ടുപിടിക്കുന്നത്. ആരാണത്? പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ജപമാല ചൊല്ലി ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ധ്യാനിക്കണം, ഇത് വെറുതെയുള്ള ഒരു യാത്രയല്ല, മറിച്ച് പരിശുദ്ധ അമ്മയിലൂടെ ഒരു യാത്രയല്ലേ? അങ്ങനെയല്ലേ? സന്തോഷത്തിന്റെ രഹസ്യം, പ്രകാശത്തിന്റെ രഹസ്യം, ദുഃഖത്തിന്റെ രഹസ്യം. 4, മഹിമയുടെ രഹസ്യം. ഈ രഹസ്യങ്ങളിലൊക്കെ നിഴല് പോലെ നിൽക്കുന്നത് ആരാണ്? പരിശുദ്ധ അമ്മ. 1-ാം രഹസ്യം, സന്തോഷത്തിന്റെ 1-ാം രഹസ്യം ആരംഭിക്കുന്നത് എവിടുന്നാ? പറഞ്ഞേ, എവിടുന്നാ? ഒരു പാവപ്പെട്ട പെണ്ണിന്റെ മുമ്പിൽ ദൈവദൂതൻ ചെന്നിട്ട് പറയും. എന്തു പറയും? നീ ഗർഭം ധരിക്കാൻ പോകുന്നു, ഒരു പുത്രനെ പ്രസവിക്കാൻ പോകുന്നു. അപ്പോൾ ആ പെണ്ണ് എന്തു പറഞ്ഞു? എന്നെ കൊണ്ട് പറ്റിയല്ല, ഇതൊന്നും എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല, ഒന്ന് പൊക്കെ എന്നും പറഞ്ഞോണ്ട് ഓടിച്ചു വിട്ടോ? ഇല്ല. മറിച്ച് മറിയം എന്തു പറഞ്ഞു? ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറിയം പറഞ്ഞു. പറഞ്ഞേ, മറിയം പറഞ്ഞു. മറിയം പറഞ്ഞു. മറിയം പറഞ്ഞു. മറിയം പറഞ്ഞു. ഇതാ കർത്താവിന്റെ ദാസി, കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. എന്നിൽ നിറവേറട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ലെറ്റ് ഇറ്റ് ബി ഡൺ. നിന്റെ വാക്ക് അതെന്നിൽ നിറവേറട്ടെ. ലാറ്റിൻ ഭാഷയിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫിയാത്ത്. എന്താണ് ഫിയാത്ത്? പരിശുദ്ധ അമ്മയുടെ യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഫിയാത്തിൽ നിന്നൊരു യാത്ര ഇങ്ങനെ ആരംഭിക്കും. ഫിയാത്ത് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം ലെറ്റ് ഇറ്റ് ബി ഡൺ. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വാക്കെന്നിൽ നിറവേറട്ടെ. ദൈവമേ, കാര്യം ശരിയാ, പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ, പക്ഷേ ഇതിന്റെ എല്ലാത്തിന്റെ നടുവിൽ ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു, ഇതെന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞതിനെയാണ് ഫിയാത്ത് എന്ന് പറയുന്നത്. ഫിയാത്തിൽ ഇങ്ങനെ ആരംഭിച്ച് ജപമാല ചെല്ലുമ്പോൾ അങ്ങനെയല്ലേ? ജപമാലയിൽ നമ്മൾ കൊന്ത ചെല്ലുമ്പോൾ 1-ാം രഹസ്യം ചൊല്ലി സന്തോഷത്തിന്റെ രഹസ്യത്തിലൂടെ യാത്ര ചെയ്ത് പ്രകാശത്തിന്റെ രഹസ്യങ്ങളും കടന്ന് ദുഃഖത്തിന്റെ രഹസ്യങ്ങളും കടന്ന് അവസാനം നമ്മൾ എങ്ങോട്ടേക്ക് എത്തും? മഹിമയുടെ രഹസ്യത്തിലെത്തും. മഹിമയുടെ രഹസ്യം ചൊല്ലി മുന്നോട്ട് നീങ്ങുമ്പോൾ ഇതാ അവസാനം എവിടെ എത്തുന്നത്? പരിശുദ്ധ അമ്മ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പരിശുദ്ധ മറിയത്തെ കൂട്ടിന് പിടിച്ച് ദിവ്യമായ രഹസ്യങ്ങൾ ധ്യാനിക്കുന്ന ഈ ജപമാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു യാത്രയാണ്. ആരിൽ ആരംഭിച്ച യാത്ര? പരിശുദ്ധ അമ്മയിൽ ആരംഭിച്ച യാത്ര. പരിശുദ്ധ അമ്മ ലൂക്ക 1:38 പറഞ്ഞു ഫിയാത്ത്. എന്തു പറഞ്ഞു? ഫിയാത്ത് ലാറ്റിൻ വാക്കാണ്. ലാറ്റിൻ വാക്ക് ഫിയാത്ത്. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഫിയാത്ത്, ഫിയാത്ത്, ഫിയാത്ത്. ഈ ഫിയാത്തിൽ ആരംഭിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ അതിസുന്ദരമായിട്ടുള്ള ഒരു ശില്പം മൈക്കൽ ആഞ്ചലോ മനോഹരമായിട്ട് 15-ാം നൂറ്റാണ്ടിൽ റോമിൽ ആരെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്ന അവസരങ്ങളിൽ നിർബന്ധമായും സന്ദർശിക്കേണ്ട ഇടം സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. ആ ബസിലിക്കയിൽ ഒരു സുന്ദരമായ ശില്പം 15-ാം നൂറ്റാണ്ടിൽ മൈക്കൽ ആഞ്ചലോ എന്ന് പറയുന്ന ചിത്രകാരൻ, ശില്പചാതുര്യം കൃപയായി കിട്ടിയ ഒരുവൻ, ഇഷ്ടം പോലെ
ചിത്രങ്ങൾ, രൂപങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൈക്കൽ ആഞ്ചലോ കരവിരുത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്തതാ. പക്ഷേ ഒരൊറ്റ ചിത്രത്തിന് മാത്രമേ മൈക്കൽ ആഞ്ചലോ ഒപ്പിട്ടിട്ടുള്ളൂ. സാധാരണ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിത്രകാരന്മാര് ആ ചിത്രത്തിന് താഴെ ഒപ്പിടും, തങ്ങളുടെ പേരോ എന്തെങ്കിലും അവരുടെ ഒരു മുദ്ര കൊടുക്കും. എന്നാൽ മൈക്കൽ ആഞ്ചലോ ഒരൊറ്റ ശില്പത്തിന്റെ കീഴിൽ മാത്രമേ അത് ഒപ്പിട്ട് ഇതെന്റേതാണെന്നും പറഞ്ഞു വെച്ചിട്ടുള്ളൂ. ആ ചിത്രത്തിന്റെ പേരാണ് പിയാത്തെ. എന്നതാണ്? പിയാത്തെ. പിയാത്തെ അതിന്റെ ഒരു ഇറ്റാലിയൻ വാക്കിന്റെ ഒക്കെ അർത്ഥം കമ്പാഷൻ എന്നൊക്കെയാണ്. പൈറ്റി എന്നാണ്. കമ്പാഷൻ. പിയാത്തെ. പിയാത്തയുടെ ചിത്രം കണ്ടിട്ടുണ്ടോ? എന്താ പിയാത്തെ ചിത്രം? പിയാത്തെ 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 പിയാത്തയുടെ ചിത്രത്തിന്റെ പ്രത്യേകത എന്താ? നമ്മുടെയൊക്കെ നാട്ടിൽ പലയിടങ്ങളിലും ആ ചിത്രം കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാവും. ഏതാ ചിത്രം? പരിശുദ്ധ മറിയത്തിന്റെ മടിയിൽ കിടക്കുന്ന ഈശോ കുരിശിൽ നിന്നിറക്കപ്പെട്ട്, അല്ലേ, കുരിശിൽ നിന്നിറങ്ങപ്പെട്ട് ഇതാ നിശ്ചലനായിട്ട് മറിയത്തിന്റെ മടിയിൽ ഇങ്ങനെ കിടക്കുന്ന ഈശോയുടെ ചിത്രം. ആ പുത്രനെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് മാറോടടുക്കി പിടിച്ചുകൊണ്ട് ആ അമ്മ ഇരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അതിനെയാണ് പിയാത്തെ എന്ന് വിളിക്കുന്നത്. പിയാത്തെ. അപ്പൊ യാത്ര എവിടുന്നാ തുടങ്ങിയത്? ഫിയാത്തിൽ തുടങ്ങി പിയാത്തയിൽ അവസാനിക്കുന്ന ഒരു യാത്രയുണ്ട്. ശ്രദ്ധിക്കണം. നമ്മൾ പറയുമ്പോൾ വെറും വാക്കുകൾ കൊണ്ട് പറയാനല്ല, മറിച്ച് ഇതിന്റെ പിന്നിൽ, ഇവിടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളും കടന്നു പോകേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ആത്മീയ കാര്യങ്ങളെ ഈ യാത്രയിൽ പരിശുദ്ധ അമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക. പിയാത്തയിൽ അവസാനിക്കുന്ന യാത്ര ആരംഭിച്ചത് ഫിയാത്തിൽ നിന്നാണ്. ലെറ്റ് ഇറ്റ് ബി ഡൺ. സംഭവിക്കട്ടെ, നിന്റെ വാക്കെന്നിൽ സംഭവിക്കട്ടെ. മറിയം പറഞ്ഞു, കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. എന്നിൽ നിറവേറട്ടെ. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഒരു കൊച്ചു വാക്കും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ വാക്ക്? വായിച്ചേ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു. എന്തു മനസ്സിലായി? അപ്പോൾ അവളുടെ മുമ്പിൽ നിന്ന് ദൂതൻ മറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നീട് ഗർഭകാല സമയത്ത് ഈ മറിയം കടന്നുപോയ ദുഃഖത്തിന്റെ, ദുരിതത്തിന്റെ, കണ്ണുനീരിന്റെ നടുവിൽ തൊട്ടടുത്ത് നിന്ന് ദൂതൻ ആശ്വസിപ്പിക്കുന്നതായിട്ട് ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല. മറിയം കൺഫ്യൂഷൻ അടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ദൂതൻ വന്നിട്ട് ചില കാര്യങ്ങൾ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. സ്വന്തം മകനെ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയി വിഷമിച്ച് നടക്കുമ്പോൾ ആ ദൂതൻ വന്നിട്ട് ഡോണ്ട് വറി, ദേ മകൻ അവിടെയുണ്ടെന്ന് പറഞ്ഞോ ചേച്ചി? ഇല്ല. മകനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ കേട്ടവസരത്തിൽ നാട്ടുകാർ പലതും പറയുന്നു. മകനെ കുറിച്ച് നാട്ടുകാർ പലതും പറയുന്നു. ആരോപണങ്ങൾ ഇഷ്ടം കൂടെയുണ്ട്, ഭാരം ഇഷ്ടം പോലെയുണ്ട്. വീട്ടിലിരിക്കുന്ന മറിയത്തിന്റെ മുമ്പിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞോ, മറിയമേ ഡോണ്ട് വറി, മകനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ വിഷമിക്കണ്ട കേട്ടോ, ഡോണ്ട് വറി പറഞ്ഞോ? ഇല്ലെന്ന്. കുരിശിന്റെ യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ ആ കുരിശ് യാത്രയിൽ ഈശോ കുരിശും പിടിച്ച് ജീവിതയാതനകളും പേറി കാൽവരി മലയിലേക്ക് പോകുമ്പോൾ ഇത് കണ്ട് വിങ്ങിപ്പെട്ടുന്ന മറിയം, അബേലച്ചൻ കുരിശിന്റെ വഴിയിൽ സുന്ദരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇതാ രണ്ടുപേർ മുഖത്തോട് മുഖം തിരിയുന്നു. കുരിശിന്റെ വഴിയുടെ ഒരു യാത്ര എന്ന് നിൽക്കുന്നത് അവിടെയാ. രണ്ട് കണ്ണുകൾ, അല്ലേ, രണ്ടുപേർ പരസ്പരം നോക്കി വിങ്ങിപ്പൊട്ടുന്ന ഹൃദയങ്ങൾ, അല്ലേ. ആരെക്കുറിച്ചാ? മറിയത്തെ കുറിച്ചാ. അങ്ങനെ ഈ മകനെ നോക്കി വിങ്ങിപ്പൊട്ടുമ്പോ തൊട്ടടുത്ത് ഈ മാലാഖ വന്ന് ചേർത്ത് പിടിച്ചോ. മാലാഖ വന്നിട്ട് തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, ഡോണ്ട് വറി, മകനൊരു 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേറ്റോളും, നൗ യു ഡോണ്ട് വറി. അങ്ങനെ പറഞ്ഞോ? ഇല്ലെന്ന്. ഈ കുരിശേ കിടക്കുന്ന മകനെ നോക്കി താഴെ നിന്നുകൊണ്ട് യോഹന്നാന്റെ കൈ പിടിച്ചുകൊണ്ട് വിറങ്ങലിച്ച് നിൽക്കുമ്പോ സ്വന്തം മകൻ പെടഞ്ഞു വീണ് മരിക്കുന്നത് കണ്ടപ്പോ തൊട്ടടുത്ത് നിന്ന് മാലാഖ അടുക്ക നിന്നുകൊണ്ട് മറിയത്തോട് പറഞ്ഞ്, കരയേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ ശരിയാവും. പറഞ്ഞോ? ഇല്ലെന്ന്. മൈക്കലാഞ്ചലോ സുന്ദരമായിട്ടുള്ള ചിത്രം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് തരുമ്പോൾ സ്വന്തം മടിയിൽ ഇങ്ങനെ മാറോട് ചേർത്തുകൊണ്ടൊരു അമ്മ, ശരീരമാണ്, അല്ലേ,
മകന്റെ ശവശരീരം ജീവനുള്ള ശരീരമല്ല കേട്ടോ, ജീവനുള്ള ശരീരമല്ല, ശവശരീരം. ജീവനറ്റ ശരീരത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരായുസിൽ പൊന്നുപോലെ വളർത്തിയ മകനല്ലേ 33 വയസ്സിന്റെ ചോരത്തിളപ്പിൽ ഇവനെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോ ഈ അമ്മയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഒരു മാലാഖ പറഞ്ഞോ കുഴപ്പമില്ലെന്ന്? ഇല്ല. ലൂക്കാസ് വിശേഷം 1:38 ബൈബിളിൽ ലൂക്കാസ് വിശേഷകൻ അർത്ഥവത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്ത കാര്യം ഇനി മുന്നോട്ട് നയിക്കണം. ഏറ്റെടുത്ത കാര്യം മുന്നോട്ട് നയിക്കണം. നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും. വീണുപോയേക്കരുത്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സമയത്ത് തോന്നും എല്ലാം നഷ്ടപ്പെട്ടു പോയോ തോന്നും. എന്നാൽ മറിയം പഠിപ്പിക്കുന്ന യാത്രയുടെ പ്രത്യേകത എന്നാന്നറിയാവോ? നീ വീണു പോകരുത്. കാരണം ഒരായുസിൽ ജീവിതത്തിൽ ഇപ്രകാരമുള്ള സംഭവങ്ങളെല്ലാം നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നടന്നൊരു സ്ത്രീയാ നിന്നെ പഠിപ്പിക്കുന്നത്. നീ വീണു പോകരുത്. അതുകൊണ്ടാണ് ജപമാല ചെല്ലുമ്പോൾ വെറുതെ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്ത അല്ലെന്ന്, ഇതൊരു ജീവിതമാണെന്ന്. ഓരോ നന്മ നിറഞ്ഞ മറിയമവും ചെല്ലുമ്പോൾ നീ ഹൃദയത്തിൽ പറയണം, യെസ്, ഇത് ജീവിതത്തിൽ ഒരായുസ് മുഴുവൻ ജീവിതത്തിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച് ഏറ്റെടുത്ത ഒരു സ്ത്രീയുടെ ജീവിതമാണ് നമ്മൾ ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. വചനമാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താ ഗുണം? നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് കടന്നു പോകുന്ന അനുഭവങ്ങളെ പരിശുദ്ധ മറിയത്തോട് ചേർത്ത് വെച്ച് നിന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാ പൗലോസ് ശ്ലീഹ പറഞ്ഞത്, ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ടെന്ന്. ശ്രദ്ധിച്ചോണം. വീട്ടിലിങ്ങനെ പ്രശ്നം ഉണ്ടായി ഒറ്റയ്ക്ക് മുറിയിൽ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോ നീ വിചാരിക്കരുത് ഇപ്പൊ ചുറ്റുവട്ടത്തും സ്വർഗീയ മാലാഖമാർ വന്ന് നിന്നെ വീശുവെന്ന് പ്രതീക്ഷിക്കണ്ട. നീ ഇരുന്ന് കരയുമ്പോ പെടഞ്ഞു വീഴരുത്. കയ്യിൽ ആ ജപമാല പിടിച്ചോണ്ട് ചിന്തിക്കണം, എന്ത് എനിക്ക് മുമ്പേ ഒരു സ്ത്രീ അനുഭവിച്ച ഒരു ജീവിതമുണ്ടെന്ന്. നിങ്ങളുടെ മകനെ കുറിച്ച് നിങ്ങൾ അങ്ങോട്ട് വല്ലാണ്ട് ഭാരപ്പെടുമ്പോ, അത് ഏത് തരത്തിലുമായിക്കൊള്ളട്ടെ, മകനെ കുറിച്ച് നാട്ടുകാർ ഇങ്ങനെ പറയുന്നു, മകന്റെ സ്വഭാവം ഇങ്ങനെയാണല്ലോ, മകന്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ, വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, ദൈവമേ എല്ലാം തീർന്നിട്ടില്ല. ഫിയാത്ത് മുതൽ പിയാത്ത് വരെയുള്ള യാത്രയുടെ ബലം അതാണ്. ജീവിത കാലഘട്ടം മുഴുവൻ ആകുലപ്പെടാതെ ഭാരപ്പെടാതെ ജീവിച്ച ഒരു സ്ത്രീ എന്നെ നിന്നെ പഠിപ്പിക്കുകയാണ്. ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളോടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടുകൂടെ ദൈവസന്നിധിയിൽ നിങ്ങൾ അപേക്ഷകൾ അർപ്പിക്കുവിൻ. അപ്പോൾ അങ്ങനെ ബലപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും ദൈവത്തിന്റെ സമാധാനം നിറയും. ഹല്ലേലൂയ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ചൊരിയപ്പെടട്ടെ. ഈ നാളുകളിലെ എല്ലാ ശുശ്രൂഷ മേഖലകളിലും പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആ വലിയ ആഗ്രഹത്തോടുകൂടെ ഇപ്പോൾ നമ്മൾ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ ആശീർവാദം നിന്റെ കുടുംബത്തിനും നിന്റെ ബന്ധങ്ങൾക്കും മേൽ കർത്താവിന്റെ വലിയ ഒരു വഴി തുറക്കുന്ന ആശീർവാദമാണ്. വിശ്വസിച്ച് കരങ്ങൾ കൂപ്പി ആശീർവാദം സ്വീകരിക്കട്ടെ. ആരാധന ആരാധന യേശുവേ ആരാധന പരിശുദ്ധ പരമമാ
ദിവ്യകാരുണ്യമേ എന്നുമെന്നും